തൃശൂരിൽ മദ്യപിച്ച് സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവർ അറസ്റ്റിൽ. മരത്തങ്കോട് MPMUP സ്കൂൾ ബസിന്റെ ഡ്രൈവർ മധുവാണ് അറസ്റ്റിലായത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ സ്കൂൾ വിദ്യാർത്ഥികളെയും കൊണ്ടുപോകുമ്പോൾ എത്രത്തോളം ജാഗ്രത പാലിക്കണം, അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ജോലികൾ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും മദ്യപിക്കരുത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ. എന്താണ് സംഭവിച്ചത്? മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല, അതൊരു നിയമം തന്നെയാണ്. പക്ഷേ അത് സ്കൂൾ ബസ്സിലെ കുട്ടികളെ കൂടി കൊണ്ടുപോകുമ്പോഴാവുന്ന സമയത്താണ് അത് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ സമയത്താണ് ഇത്തരത്തിൽ മരത്തങ്കോട് സ്കൂളിലെ ആ ഒരു ബസ്സിൽ ഇന്നലെ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു പരിശോധന നടത്തിയത്. മുൻപും സമാനമായ രീതിയിലുണ്ട് ഇത്തരത്തിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ട് എന്നൊരു പരാതി പൊതുവിൽ ഉയർന്നിരുന്നു. അത് സ്കൂൾ ബസ് ഡ്രൈവർമാർ അങ്ങനെ നടത്തുന്നുണ്ട് എന്നൊരു പരാതി ഉയർന്നിരുന്നു. അങ്ങനെ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വാഹന പരിശോധന നടന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളുണ്ട് ഹാഷ്മി. ആ ഊതിക്കുന്നു, ആ മെഷീനിൽ വളരെ വലിപ്പത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഉച്ചത്തിൽ തന്നെയാണ് ആ ബീപ്പ് ശബ്ദം കേൾക്കുന്നത്. ഉടൻ തന്നെ പോലീസ് അദ്ദേഹത്തെ, ഈ മധു എന്ന ആ ഡ്രൈവറെ പുറത്തിറക്കിയതിനു ശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്തായാലും ഇന്നലെയായിരുന്നു സംഭവം. ഇന്നലെ വൈകിട്ട് 4:30 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുൻപ് ചിലപ്പോൾ 2 അടിച്ച് കയറി കിടന്നുറങ്ങിയിട്ട് രണ്ടാമതൊന്ന് കുളിച്ച് പുറത്തേക്ക് വന്നതാകാം. പക്ഷേ ആൽക്കഹോളിൻ്റെ അംശം ശരീരത്തിൽ വളരെ കൂടുതലായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് പറയുന്നത്. തുടർ നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള മറ്റു നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് എന്തായാലും മാറ്റി നിർത്തിയിട്ടുണ്ട് താൽക്കാലികമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മധു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.